ഹലോ! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു Q&A ആയിട്ടാണ് ട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഷോർട്സിൽ ആ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു Q&A ചെയ്താലോ എന്ന് ചോദിച്ചിട്ട്. കാരണം ഞാൻ ഈ Q&A ചെയ്തിട്ട് കുറേ ആയി. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് വീക്ക്ലി ഒരു Q&Aയും ഒരു ഡെയിലി വ്ലോഗ് അങ്ങനെയായിട്ട് ഇട്ടാൽ നല്ലതായിരിക്കും. കാരണം എൻ്റെ ഷോർട്സിൻ്റെ ഇടയിൽ ഒരുപാട് ഞാനിങ്ങനെ ഇങ്ങനത്തെ വാവയുടെ ഒപ്പമുള്ള വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഓരോരുത്തർ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചെന്നാൽ പിന്നെ ഒരു വീക്ക്ലി നമുക്കങ്ങനെ Q&A പോലെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. നോക്കാം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കാം. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വലിച്ചങ്ങോട്ട് നീട്ടുന്നില്ല. നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ വേറെ പാർട്ടായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്ലേസ്, വർക്ക്, അതേപോലെ തന്നെ ഫാമിലി അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഏകദേശം അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ വന്നത് പ്ലീസ് ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യു ആൻഡ് ഫാമിലി എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്നെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. സാധാരണ എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ അബൌട്ട് അവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന കാണാമല്ലോ. ഞാൻ എന്നെപ്പറ്റി ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ ഇൻട്രൊഡക്ഷൻ തന്നേക്കാം എന്ന്. എൻ്റെ പേര് എന്തായാലും ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ അമ്പിളി എന്നാണ് പേര്. മാരീഡ് ആണ്. ഒരു വാവയുണ്ട്, ചെറിയ വാവയുണ്ട്, 3.5 മാസമായി. ഇപ്പോൾ കറൻ്റ്ലി ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. PG BEd ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ തൽക്കാലം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഹസ്ബൻഡ് ചെന്നൈയിലാണ്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. മാരീഡ് ലൈഫ്, എൻ്റെ ഫാമിലി അതൊക്കെ. അപ്പോൾ പ്ലേസ്, വർക്ക് ഒക്കെ പറഞ്ഞില്ലേ. വർക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇതൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ വെച്ചാൽ വാവേൻ്റെ നെയിം കണ്ടുപിടിച്ചത് ആരാന്ന്. വാവേൻ്റെ നെയിം എന്ന് വെച്ചാൽ നമുക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ബോയിൻ്റെ ആണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും, ഗേളുടെ ആണെങ്കിൽ ഗേൾ ആണെങ്കിൽ ഹസ്ബൻഡ്, അതായത് എറണാകുളം കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബോയിൻ്റെ പേര് ഞാനാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. സൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ, അപ്പുറത്തെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഗേളിൻ്റെത് അവരാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇപ്പം എനിക്കൊരു ബോയ് ബേബി ആണല്ലോ. അപ്പോൾ വാവയുടെ പേര് ഞാനാണ് കേട്ടോ. എൻ്റെ സജഷനാണ്. എൻ്റെത് മാത്രമല്ല, ആരുടെ സജഷൻസ് കിട്ടിയെന്ന് ഞാനൊരു ഒരു പേര് ഒപ്പിച്ചങ്ങെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ വാവയുടെ പേര് റിത് ആര്യൻ എന്നാണ് കേട്ടോ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ബേബിക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻ്റ്ലി പ്രോഡക്ട്സ് മീൻസ് നമ്മുടെ മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കില്ലേ, ബോഡി ലോഷനൊക്കെ ആയിരിക്കില്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ സെബാമെഡിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബോഡി ലോഷൻ സെബാമെഡിൻ്റെ ആണ്. അത് സെബാമെഡ്, അതേപോലെ തന്നെ മദർ സ്പാഷ് ഉണ്ടല്ലോ അതും. വൈപ്സൊക്കെ മദർ സ്പാഷ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോഡി ലോഷൻ ഇപ്പോൾ ഞാൻ സെബാമെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേബീൻ്റെ പൗഡർ സെബാമെഡിൻ്റെ ആണ്. അതേപോലെ തന്നെ സോപ്പും സെബാമെഡാണ്. പിന്നെ ഡയപ്പർ റാഷ് ക്രീം ഉണ്ടല്ലോ, അത് മദർ സ്പാഷ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിമാലയ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല. മദർ സ്പാഷ് അതേപോലെ തന്നെ സെബാമെഡാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ബേബിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. സെബാമെഡ് എനിക്ക് തോന്നുന്നു എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് നല്ല പ്രൊഡക്റ്റാണ്, മീൻസ് ബ്രാൻഡാന്ന് പറഞ്ഞുകൊണ്ടാണ്, സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യുവർ ലൈഫ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ബേബി എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ബിഫോർ ബേബി വന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും ഒന്നും നോക്കണ്ട, വെറുതെ ഒന്ന് ഒരുങ്ങി കിട്ടി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സിനിമയ്ക്ക് പോകണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പോകാം, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബേബി വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് ഇത്രയും വലിയ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ബേബി വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്ന പോലെ തോന്നിയത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിൾ ഉണ്ടാവുമല്ലോ, അതിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഉറക്കം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം മര്യാദയ്ക്കില്ല. രാത്രി ഇടയ്ക്കിടയ്ക്ക് വാവ എഴുന്നേൽക്കുമല്ലോ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഉറക്കം ഞെട്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ സ്ലീപ്പ് സൈക്കിൾ അധികം ബെറ്റർ അല്ല. കാരണം ഞാൻ കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു എൻ്റെ സ്ലീപ്പ്, എൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. അതിനകത്ത് സ്ലീപ്പാണ് ഞാനിപ്പോൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെന്ന് ചോദിച്ചാൽ അത് നടക്കില്ല. ഒരു 100 പ്രാവശ്യം ആലോചിക്കേണ്ടി വരും, പോകണോ പോകണ്ടോ, എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം, വാവയ്ക്കത് വാവേനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തേനേക്കാൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായി എന്ന് വേണമെങ്കിൽ പറയാം വാവ വന്നതിന് ശേഷം. പക്ഷേ യെസ്, ഐ എം എൻജോയിങ് ഇറ്റ്. കുഴപ്പമില്ല. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. വാവ വന്നതിന് ശേഷം കുറച്ച് ലൈഫ് ഒന്ന് ട്രാക്കിലേക്കായി വരുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ യൂട്യൂബിലേക്ക് വീക്ക്ലി ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നല്ല 2-3 ക്വസ്റ്റ്യൻസ് വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു CBSE സ്കൂളിൽ ഇവിടെ തന്നെ നാട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഉള്ള 2 സ്റ്റുഡൻസ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
മിസ്സിൻ്റെ എം.ഇ.ടിയിലെ ക്ലാസ് ടീച്ചർ ആയപ്പോൾ മിസ് എം.ഇ.ടിയിലെ ക്ലാസ് ടീച്ചർ ആയ സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റുഡൻറ് ആരായിരുന്നു എന്ന്. അതായത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ടീച്ചറായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലൊരു കുട്ടിയാണ് ചോദിച്ചത്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ്റിനെ വെക്കാൻ പാടില്ല. അതാണ് ഒരു ടീച്ചർ ആയിക്കഴിഞ്ഞാൽ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. ഫേവറേറ്റ് ഇന്ന ആൾ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു പണ്ടേ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ഫേവറേറ്റിസം കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഞാൻ കാണിക്കില്ല. ഒരു ഡിസ്ക്രിമിനേഷൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ കാണിക്കില്ല എന്ന്. സോ അങ്ങനെ ഒരു ഫേവറേറ്റ് എന്നല്ല, എനിക്ക് എല്ലാവരെയും ഒരുപോലെയായിരുന്നു ഈക്വലായിരുന്നു. ഞാൻ എല്ലാവരെയും ട്രീറ്റ് ചെയ്തതും ഒരുപോലെയാണ്. അങ്ങനെ ആരുടെടുത്തും ഞാൻ കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് വേറെ ഒരു കാര്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എം.ഇ.ടി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, എം.ഇ.ടി ഓർമ്മയില്ലാണ്ടെങ്ങനെയാണ്. എൻ്റെ ഫസ്റ്റ് ടീച്ചിങ് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എം.ഇ.ടിയിലാണ്. സോ എം.ഇ.ടി ഓർക്കാണ്ടിരിക്കാൻ പറ്റുമോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ചെന്നൈക്ക് എന്ന് വരും റിദ് ആര്യനായിട്ട്? റിദ് ആര്യൻ എന്ന് വെച്ചാൽ എൻ്റെ മോനാണ് കേട്ടോ, റിദ് ആര്യൻ. ചെന്നൈക്ക് എന്നാ വരാൻ ചോദിച്ചിട്ടുണ്ട്. ചെന്നൈക്ക് എനിക്ക് തോന്നുന്നതല്ല, ചോറൂണൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. 5th മന്ത് സ്റ്റാർട്ട് ചെയ്ത് 6th മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചോറ് കൊടുക്കാമല്ലോ ഭാവിക്ക്. അപ്പോൾ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ചെന്നൈയിലേക്ക് ഉണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും അങ്ങ് ഉറപ്പിച്ചിട്ടില്ല. അതെ, സെയിം ക്വസ്റ്റ്യൻ വേറൊരാളെ ചോദിച്ചു. വെൻ ആർ യു റിട്ടേണിംഗ് ടു ചെന്നൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ദ ആൻസർ ഐ ഗേവ്. പിന്നെ അത്ര മതിയെന്ന് തോന്നുന്നു. അരുണേട്ടൻ ചാനലിൽ വരാൻ നിങ്ങൾ ഫാൻസ് കാത്തിരിക്കുന്നു എന്ന് വരും എന്ന്. അത് പുള്ളിക്കാരനോട് വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചിട്ടുണ്ടോ? അരുണേട്ടനോട് തന്നെ പറയൂ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ മതിയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ. കുറച്ച് വലിയ ലോങ് വീഡിയോ ആയിട്ടൊന്നും എനിക്കിടാൻ താല്പര്യമില്ല. ഞാൻ വീക്ക്ലി ഇടാൻ വിചാരിക്കുന്നതുകൊണ്ട് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് നല്ല 2-3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്കൊരു Q&A ചെയ്യണം താല്പര്യമുണ്ട്. എനിക്ക് സംഭവം Q&A ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും ഓരോ വീക്കിലും. ടുഡേയ്സ് Q&A ചോദിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യാം. വീക്ക്ലി പിന്നെ Q&A ആണ്, നിങ്ങൾക്ക് ചോദിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്ന് ചോദിച്ചാലും മതി. അപ്പം അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോസിന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാലും മതി കേട്ടോ. ഞാനത് 2-3 സോർട്ട് ചെയ്തെടുത്തിട്ട് Q&A ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു Q&A വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്നെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം വാട്ടെവർ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഏത് വീഡിയോൻ്റെ താഴെയാണെങ്കിലും കമൻറ്റ് ചെയ്യാം. ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.